നമസ്കാരം, റിയൽ ന്യൂസ്. കൊളത്തൂർ ശ്രീ ഗണേശ സാധന സേവാ സമിതി തൈപ്പൂയ മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പരിപാടി കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സംപൂജ്യ സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. വെള്ളക്കാട്ട് ഗോപാലക്കുറുപ്പ് കീർത്തി പുരസ്കാരം ജ്ഞാനഹംസം കിഴക്കുംപാട്ട് വിനോദകുമാര ശർമ്മയ്ക്കും, കർമ്മശ്രേഷ്ഠ പുരസ്കാരം RG ഗ്രൂപ്പ് ചെയർമാൻ രമേശനും സ്വാമി ചിദാനന്ദപുരി ചടങ്ങിൽ വെച്ച് സമർപ്പിച്ചു. കൊളത്തൂർ ശ്രീ ഗണേശ സാധന സേവാ സമിതി തൈപ്പൂയ ആഘോഷമാണ് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചത്. കൊളത്തൂർ സ്കന്ദപുരിയിൽ നടന്ന പരിപാടി കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സംപൂജ്യ സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ 1000 ദൈവങ്ങളെ വിശ്വസിച്ചോളൂ, അവനവനിൽ വിശ്വാസം ഇല്ലാച്ചാൽ ഇതൊക്കെ വ്യർത്ഥമാണ്. 1000 ദൈവങ്ങളെ പൂജിച്ചിട്ടും ഒരു പ്രയോജനവും ഇല്ല ആത്മവിശ്വാസം ഇല്ലാത്ത ആൾക്ക്. ആത്മവിശ്വാസത്തിലൂടെ മാത്രമേ നമുക്ക് വ്യവസായങ്ങളിൽ ഉയർന്നു പോകാൻ കഴിയൂ. നമ്മുടെ രാഷ്ട്രം ഇന്ന് വ്യക്തമായി ലോകത്തിൻ്റെ നെറുകയിലേക്ക് എല്ലാ മേഖലയിലും ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അത് വ്യവസായത്തിലായാലും സൈനിക ശക്തിയിലായാലും സാമ്പത്തിക ശക്തിയിലായാലും കയറ്റുമതിയിലായാലും ഇന്നതൊന്നില്ല. എല്ലാ മേഖലകളിലും, വിവരസാങ്കേതിക മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വികാസ നിരക്കിൽ ഇന്ന് ഭാരതം ലോകത്തിൽ 3-ാം സ്ഥാനവും കടന്ന് 2-ാം സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോന്നിലും നമ്മളെ ഭാരതം കുതിച്ചുയരുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരെ വിപരീതമാണ്. കൃഷികളൊക്കെ നമ്മൾ കൊടികുത്തി പൂട്ടിച്ചു. വ്യവസായ സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സമരപ്പന്തലുകൾ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ കൃഷിയും വ്യവസായവും നശിച്ച് ഏതെങ്കിലും ഒരാൾ വ്യവസായ സംരംഭകനായി വന്നാൽ അവന് കെട്ടിത്തൂങ്ങി ചാവേണ്ട അവസ്ഥയാണ് ഇവിടെ. എല്ലാവരും പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. തെലങ്കാനയിൽ പോകുന്നു, ആന്ധ്രാപ്രദേശിൽ പോകുന്നു, കർണാടകയിൽ പോകുന്നു, തമിഴ്നാട്ടിൽ പോകുന്നു. ഇനി ഉള്ളവരോ അതേ പഠിപ്പിച്ചു വെച്ചു, പൈസ ഒന്നും ആഗ്രഹിക്കരുതെന്ന്. പിന്നെ എന്തിനാ വ്യവസായം? ഒരു ആവറേജ് ഹിന്ദുവിൻ്റെ സാമാന്യ ചിന്ത നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം, ഒരു ആൺകുട്ടി ജനിച്ചാൽ, കുട്ടിയുടെ ജനിച്ച് അന്ന് തുടങ്ങും അച്ഛനും അമ്മയ്ക്കും വേവലാതി. ഇവനെ നല്ലോണം പഠിപ്പിച്ച് നല്ല മാർക്ക് മേടിച്ച് ഒരു ജോലി സമ്പാദിപ്പിക്കണം. അതെ, കഴിഞ്ഞു. ഹിന്ദുവിൻ്റെ താല്പര്യം കഴിഞ്ഞു. ജോലി കൊടുക്കുന്നവനാക്കണം എന്നില്ല, ജോലി കണ്ടെത്തുന്നവനാക്കണം എന്നില്ല, മറിച്ച് മറ്റൊരാളുടെ കീഴിൽ ജോലി എടുക്കുന്നവനാക്കി മാറ്റണം. ഒരു പെൺകുട്ടി ജനിച്ചാൽ അന്ന് തുടങ്ങുകയായി ഇവളെ നല്ലോണം പഠിക്കണം, വലുതാവണം. പക്ഷെ വലുതാവണതിന് മുമ്പ് നല്ല കൈകളിൽ ഏൽപ്പിക്കണം. 10ാമത് വെള്ളക്കാട്ട് ഗോപാലക്കുറുപ്പ് കീർത്തി പുരസ്കാരം വിദ്യാവാചസ്പതി ജ്ഞാനഹംസം കിഴക്കുംപാട്ട് വിനോദകുമാര ശർമ്മയ്ക്കും, 4ാമത് കർമ്മശ്രേഷ്ഠ പുരസ്കാരം RG ഗ്രൂപ്പ് ചെയർമാൻ രമേശനും സ്വാമി ചിദാനന്ദപുരി സ്വാമി ചടങ്ങിൽ സമർപ്പിച്ചു. കൊയിലാണ്ടി ആർഷവിദ്യാപീഠം ആചാര്യൻ ശശി കമ്മട്ടേരി ചടങ്ങിൽ അധ്യക്ഷനായി. കേസരി മുഖ്യപത്രാധിപരും RSS പ്രാന്തകാര്യകാര്യ സദസ്യനുമായ ഡോക്ടർ NR മധു മുഖ്യ പ്രഭാഷണം നടത്തി. സനാതനം എന്നാണ് പറയുന്നത്.
നശിക്കാത്തത്. പക്ഷെ പലപ്പോഴും ഈ ധർമ്മം നശിച്ചു പോകും എന്ന് തോന്നിയ സന്ദർഭങ്ങളുണ്ട്. മഹാക്ഷേത്രങ്ങളുടെ താഴികക്കുടങ്ങളെല്ലാം അടിച്ചുടച്ചുകൊണ്ട് കടന്നുപോയ പടയോട്ടങ്ങളിൽ ഇനി ഒരിക്കലും ഇവയൊന്നും ഉയർത്തെഴുന്നേൽക്കില്ല എന്ന് കരുതിയവരുണ്ട്. പക്ഷെ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ ഇവയെല്ലാം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു കാലത്ത് ജീവിക്കാനുള്ള സൗഭാഗ്യം നമുക്കുണ്ടായി എന്നുള്ളതാണ്. AD 1001 മുഹമ്മദ് ഗസ്നിയുടെ പടയോട്ടത്തിൽ തകർന്നുപോയ സോമനാഥ ക്ഷേത്രം, ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം കണ്ടിട്ടുള്ളവർക്കറിയാം. ആ സോമനാഥ ക്ഷേത്രത്തിന്റെ 1 കിലോമീറ്റർ അപ്പുറത്ത് തകർക്കപ്പെട്ട സോമനാഥ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ മുഴുവൻ ഒരു മ്യൂസിയമായി സൂക്ഷിച്ചിട്ടുണ്ട്. ഗണേശ സാധന സേവാ സമിതി ജനറൽ സെക്രട്ടറി സുമേഷ് നന്ദാനത്ത് ആമുഖ ഭാഷണം നടത്തി. ഗുരുനാഥൻ നമ്മുടെ കൂടെയുണ്ട് എന്നും നമ്മളെ വഴികാട്ടിയായി നമ്മുടെ മുമ്പിലുണ്ടെന്നും നമ്മൾക്ക് പൂർണ്ണ ബോധ്യമുള്ളതുപോലെ തന്നെ ഭഗവാന്റെ സാന്നിധ്യം ഈ പ്രദേശത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. ആ സാന്നിധ്യം നമുക്ക് പൂജ പോലെ ഹോമവും മറ്റു കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതുമൊക്കെ ഒരനുഗ്രഹീതമായ ഒരവസ്ഥാവിശേഷമാണ്. ഗണേശ സാധനാ സേവാ സമിതി ആപ്തവാക്യം തന്നെ നരസേവ നാരായണ സേവ എന്നുള്ളതാണ്. ഗണേശ സാധന സേവാ സമിതി പ്രസിഡന്റ് റീന ചൂരക്കാട്ട്, സ്വാഗത സംഘം കൺവീനർ സിമിന പ്രവീൺ പുത്തലത്ത്, വൈസ് ചെയർപേഴ്സൺ ദിവ്യ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി ആചാര്യൻ വൈശാഖ മൈത്രിയുടെ സ്കന്ദഹോമം, അഷ്ടോത്തര നാമാർച്ചന, ശ്രീ വിനായക വാദ്യകലാവേദി കലാകാരന്മാർ അവതരിപ്പിച്ച വാദ്യം, ശങ്കര കലാകേന്ദ്രം കൊളത്തൂർ അവതരിപ്പിച്ച നൃത്ത ആവിഷ്കാരം, കുമാരി വേദയുടെ ഗീതം, പൂർണാഹുതി, പ്രസാദ ഊട്ട് തുടങ്ങിയവ നടന്നു. കലാകാരന്മാർക്കുള്ള ഉപഹാരങ്ങൾ പി ഗോപാലൻകുട്ടി മാസ്റ്റർ, ഉണ്ണി തുടങ്ങിയവർ വിതരണം ചെയ്തു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.